Hello dear students, good morning and welcome back to our class Business Regulations. We were discussing about consideration. In the previous class, we have discussed meaning, definition and legal rules of consideration. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. കൺസിഡറേഷൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷനും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ഓഫ് ദി ആക്ട്, ആൻ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. ദി ജനറൽ റൂൾ ഈസ് ദാറ്റ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നൾ ആൻഡ് വോയിഡ്. ഇറ്റ് ഈസ് കാൾഡ് എ നേക്ഡ് പ്രോമിസ് ഓർ നടം പാക്റ്റം. ഓക്കെ, സോ ജനറൽ റൂൾ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. ഓക്കെ, കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റും ഇല്ല. ഓക്കെ, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ലോഫുൾ കൺസിഡറേഷൻ. ഓക്കെ, പ്രോമിസർ പ്രോമിസിക്ക് കൊടുക്കുന്ന പ്രോമിസിന് പകരമായിക്കൊണ്ട് എന്തെങ്കിലും സംതിങ് ഇൻ റിട്ടേൺ പ്രോമിസിയും കൊടുത്തിരിക്കണം, എങ്കിലേ കോൺട്രാക്റ്റ് വാലിഡായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ജനറൽ റൂൾ, ദാറ്റ് ഈസ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. സോ ജനറൽ റൂള് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നാണെങ്കിൽ കൂടി ചില സാഹചര്യങ്ങളിൽ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ കൂടി കോൺട്രാക്റ്റ് വാലിഡായിട്ട് മാറാറുണ്ട്. ഓക്കെ, ദർ ആർ എക്സെപ്ഷൻസ് ടു ദി ജനറൽ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഏതെല്ലാം കേസസ് ആണെന്ന് നോക്കാം. ദർ ആർ 6 കേസസ്. എഗ്രിമെൻറ്റ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, പ്രോമിസ് ടു പേ എ ടൈം ബെയർഡ് ഡെപ്റ്റ്, കോമ്പൻസേഷൻ ഫോർ വോളണ്ടറി സർവീസസ്, റെമിഷൻ, ഏജൻസി ആൻഡ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ഓക്കെ, സോ ഇത്രയും കേസസിൽ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്ന റൂൾ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതെല്ലാം എക്സെപ്ഷണൽ കേസസ് ആണ്. സോ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. എ റിട്ടൺ ആൻഡ് രജിസ്ട്രേഡ് എഗ്രിമെൻറ്റ് ബേസ്ഡ് ഓൺ നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ നിയർ റിലേറ്റീവ്സ് ഈസ് എൻഫോഴ്സിബിൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, സോ ഒരു നിയർ റിലേറ്റീവ്സ് തമ്മിൽ നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ കൂടി അതിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ അയാളുടെ മകന് എന്തെങ്കിലും സ്വത്ത് എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, അയാളുടെ പൂർവികമായിട്ടുള്ള എന്തെങ്കിലും സ്വത്ത് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ മറിച്ച് കൺസിഡറേഷൻ ഒന്നും വാങ്ങുന്നില്ല എങ്കിൽ കൂടി അത്തരം കോൺട്രാക്റ്റുകൾ വാലിഡ് ആയിരിക്കും. ഓക്കെ, so contract made on account of natural love and affection is valid even if there is no consideration. Okay, മറ്റൊരു കേസ് promise to pay a time paid debt. A promise by a debtor to pay a time paid debt if it is made in writing and is signed by debtor or by his agent is enforceable. ഓക്കെ, സോ ടൈം പെയ്ഡ് ഡെപ്റ്റ് റീപേ ചെയ്യാമെന്ന് പറഞ്ഞ് നൽകുന്ന പ്രോമിസുകൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകൾ വാലിഡ് ആയിരിക്കും ഈവൻ ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്ക് ഒരു 1000 രൂപ കടം കൊടുക്കാനുണ്ട്, അതായത് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ എ ബിക്ക് ഒരു പ്രോമിസ് ലെറ്റർ എഴുതി കൊടുക്കുകയാണ്, 1000 രൂപ ഇന്ന ദിവസം തിരിച്ചടക്കാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ വേറെ കൺസിഡറേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. ഓക്കെ, മറ്റൊന്ന് കോമ്പൻസേഷൻ ഫോർ വോളണ്ടറി സർവീസസ്. എ പ്രോമിസ് ടു കോമ്പൻസേറ്റ് എ പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി വോളണ്ടറിലി ഡൺ സംതിങ് ഫോർ ദി പ്രോമിസർ ഈസ് എൻഫോഴ്സിബിൾ ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ. ഫോർ എക്സാമ്പിൾ, എ ഫൈൻസ് ബീസ് പേഴ്സ് ആൻഡ് ഗീവ്സ് ഇറ്റ് ടു ഹിം. ബി പ്രോമിസ് ടു ഗീവ് ₹500 to എ. ദിസ് ഈസ് എ കോൺട്രാക്ട് ഇൻ ദി ആബ്സെൻസ് ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. അതായത് ബി എക്ക് 500 രൂപ നൽകാം എന്നാണ് കോൺട്രാക്റ്റിൽ പറയുന്നത്. ഓക്കെ, അവിടെ വേറെ കൺസിഡറേഷൻ ഒന്നും പറയുന്നില്ല എങ്കിൽ കൂടി ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. കാരണം ഓൾറെഡി എ ബിക്കൊരു സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു വോളണ്ടറി സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബിൻ്റെ കളഞ്ഞു പോയ പേഴ്സ് കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇവിടെ ബി 500 രൂപ നൽകാമെന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി അത് വാലിഡ് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ദർ ഈസ് ഓൾറെഡി എ വോളണ്ടറി സർവീസ്. ഓക്കെ, മറ്റൊരു കേസ് റെമിഷനാണ്.
No consideration is required for compromising a due debt. That is an agreement to receive less than what is actually due. Okay. So റമീഷൻ്റെ കേസിലും കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി. ഓക്കെ, അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൽ 500 രൂപ അടച്ചു കഴിഞ്ഞു. അപ്പോൾ മറ്റേ വ്യക്തി പറയുകയാണെങ്കിൽ ഈ 500 രൂപ മതി, ബാക്കി അടയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വാലിഡായി മാറുന്നുണ്ട്. ഓക്കെ, അവിടെ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ കൂടി അത് നമുക്ക് വാലിഡായിട്ട് കണക്കാക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ടു റിസീവ് ലെസ് ദാൻ വാട്ട് ഈസ് ആക്ച്വലി ഡ്യൂ. അതിനാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെമിഷൻ്റെ കേസിൽ കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി. മറ്റൊരു കേസ് ഏജൻസിയാണ്. ഓക്കെ, കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്താണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു ചാപ്റ്റർ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എനിവേ, നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. എ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി വിത്തൗട്ട് ഓർ വിത്ത് കൺസിഡറേഷൻ ഈസ് വാലിഡ്. ഓക്കെ, സോ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്. അതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് വാലിഡ് തന്നെ ആയിരിക്കും. ഓക്കെ, ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ എന്തെങ്കിലും ഡ്യൂട്ടീസ് ചെയ്യാൻ മറ്റൊരാളെ ഏജൻ്റായിട്ട് നിയമിക്കുകയാണ്. ഓക്കെ, അവിടെ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ കൂടി അത് വാലിഡ് ആയിരിക്കും. ഓക്കെ, മറ്റൊരു കേസ് കംപ്ലീറ്റഡ് ഗിഫ്റ്റാണ്. ഓക്കെ, ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പകരം തിരിച്ചൊന്നും വാങ്ങുന്നില്ല എങ്കിൽ കൂടി ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. Absence of consideration will not affect the validity as between the donor and donee of any gift actually made. There need not be consideration in case of completed gift. ഓക്കെ, ഇപ്പോൾ ചില വ്യക്തികൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്കൊക്കെ ഗിഫ്റ്റുകളും ഡൊണേഷൻസൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അവിടെ തിരിച്ച് കൺസിഡറേഷനൊന്നും ഇല്ല എങ്കിൽ കൂടി അവരെ കൊടുക്കുന്ന കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അവരെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. ഓക്കെ, so these are the exceptions to the general rule that no consideration no contract. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ സിറ്റുവേഷൻസിൽ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ കൂടി കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രേഞ്ചേഴ്സ് ടു കോൺട്രാക്ട് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ടു കൺസിഡറേഷൻ. ഓക്കെ, ഒരു കോൺട്രാക്റ്റിൻ്റെ സ്ട്രേഞ്ചർ എന്ന് പറയുമ്പോൾ ആരാണ്? ആ കോൺട്രാക്റ്റിൽ പാർട്ടി അല്ലാത്ത ആൾ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ. ഓക്കെ, നമുക്കറിയാം കോൺട്രാക്റ്റിൽ 2 ആളുകളുണ്ടായിരിക്കുക, ഒരു പ്രോമിസറും ഒരു പ്രോമിസർ ഉണ്ടായിരിക്കുക. അവരെ കൂടാതെ കോൺട്രാക്റ്റിന് പുറത്തുള്ള ആളുകളെയാണ് നമ്മൾ സ്ട്രേഞ്ചർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. അപ്പോൾ എന്താണ് സ്ട്രേഞ്ചറുടെ റോള് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ നോക്കാനുണ്ട്, ദെൻ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അത് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. ദി ടേം പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് മീൻസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. ഓക്കെ, സോ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റിനെ തന്നെയാണ് നമ്മൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ആസ് പെർ ദി ഡോക്ട്രൈൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു കോൺട്രാക്ട് ഈവൻ ദോ ഹി ഓർ ഷീ ഈസ് ദി ബെനിഫിഷ്യറി cannot sue for getting their claims. In simple words, only the party can sue, not for the stranger. Okay, സോ ഒരു കോൺട്രാക്റ്റിൽ സ്യൂ ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ റൈറ്റ്സ് ഉണ്ടാവുക പാർട്ടീസിന് മാത്രമാണ്. ഓക്കെ, സ്ട്രേഞ്ചേഴ്സിന് യാതൊരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ലീഗൽ റൈറ്റ്സോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനുള്ള അവകാശമോ ഉണ്ടാവാറില്ല. ഓക്കെ, ഈവൻ ഇഫ് ഹി ഈസ് ദി ബെനിഫിഷ്യറി. ഓക്കെ, ചില കേസസിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, ഒരു കാറ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റാണ്. അപ്പോൾ ഈ കാറ് വാങ്ങുന്നത് എയുടെ മകനാണ് എങ്കിൽ കൂടി, ഈ ബെനിഫിഷ്യറി മകനാണെങ്കിൽ കൂടി അവിടെ മകന് ആ ഒരു കോൺട്രാക്റ്റിൽ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ കോൺട്രാക്റ്റിൽ സ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനോ ഉള്ള അവകാശം ഉണ്ടായിരിക്കില്ല. മറിച്ച് കോൺട്രാക്റ്റിൽ പാർട്ടിയായിട്ടുള്ള എക്ക് മാത്രമേ അവിടെ ലീഗൽ റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ജനറൽ റൂൾ എന്ന് പറയുന്നത് അതാണ്. സ്ട്രേഞ്ചർ കനോട്ട് സ്യൂ. ഓക്കെ, സ്ട്രേഞ്ചറിന് ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കില്ല. ദെൻ സ്ട്രേഞ്ചേഴ്സ് ടു കൺസിഡറേഷൻ. ഓക്കെ, സ്ട്രേഞ്ചർ കൺസിഡറേഷൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ദി ടേം പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ മീൻസ് സ്ട്രേഞ്ചർ ടു ദി കൺസിഡറേഷൻ ഓർ കൺസിഡറേഷൻ ഗിവൺ ബൈ എനി അതർ പേഴ്സൺ അതർ ദാൻ പ്രോമിസി. ഓക്കെ, സോ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൽ പാർട്ടി അല്ലാത്ത അല്ലെങ്കിൽ പ്രോമിസി അല്ലാത്ത ആരെങ്കിലും ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൺ കൺസിഡറേഷൻ പേ ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, under Indian Contract Act, consideration may move from the promisee or any other person. So in India, consideration made by stranger is lawful and enforceable. ഓക്കെ, സോ കൺസിഡറേഷൻ്റെ പേയ്മെൻറ്റിൻ്റെ കേസിൽ സ്ട്രേഞ്ചർക്കും ചെയ്യാമെന്നാണ്. ഓക്കെ,
ഓക്കെ, അതായത് സ്ട്രേഞ്ചർ കൊടുക്കുന്ന കൺസിഡറേഷനും ലോഫുള്ളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ബി എന്ന് പറയുന്ന വ്യക്തിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് വിചാരിക്കുക. ഓക്കെ, എ ആണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുള്ളത് എങ്കിലും പേയ്മെൻറ്റ് നടത്തുന്നത് എക്ക് വേണ്ടിയിട്ട് ബി ആണെങ്കിൽ അതും നമ്മൾ വാലിഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ലോഫുള്ളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ഒരു സ്ട്രേഞ്ചർ കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തിയതുകൊണ്ട് അത് ഇൻവാലിഡായിട്ട് മാറുന്നില്ല. ഓക്കെ, കൺസിഡറേഷൻ പേയ്മെൻറ്റിൻ്റെ കേസിൽ സ്ട്രേഞ്ചർക്കും പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സെപ്ഷൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ജനറൽ റൂൾ എന്ന് പറയുന്നത് സ്ട്രേഞ്ചർക്ക് കോൺട്രാക്റ്റിൽ റൈറ്റ്സ് ഉണ്ടായിരിക്കില്ല എന്നാണ്, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ കനോട്ട് സ്യൂ എന്നാണ്. എന്നാൽ ചില കേസസിൽ സ്ട്രേഞ്ചർക്കും കോൺട്രാക്റ്റിൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ക്യാൻ ഓൾസോ സ്യൂ. ഓക്കെ, അപ്പോൾ അത് ഏതെല്ലാം കേസസ് ആണെന്ന് നോക്കാം. ദർ ആർ 5 കേസസ്: ഏജൻസി, അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ, ട്രസ്റ്റ്, an assignee can sue on the basis of assignment, marriage settlement, partition or other family agreements. ഓക്കെ, ഓരോ കേസസ് നോക്കാം. ഫസ്റ്റ് കേസ് ഏജൻസിയാണ്. ദി പ്രിൻസിപ്പൽ ക്യാൻ എൻഫോഴ്സ് ദി കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ ഹിസ് ഏജൻറ്റ് പ്രൊവൈഡഡ് ദി ഏജൻറ്റ് ആക്ട് വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി ആൻഡ് ഇൻ ദി നെയിം ഓഫ് പ്രിൻസിപ്പൽ. ഓക്കെ, സോ ഒരു ഏജൻറ്റ് കോൺട്രാക്റ്റിൽ പാർട്ടി അല്ല എങ്കിൽ കൂടി അയാൾക്ക് പ്രിൻസിപ്പളിൻ്റെതായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഒരു കാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ എ സി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ അയാളുടെ ഏജൻ്റായിട്ട് നിയമിക്കുകയാണ്. ഓക്കെ, നിയമപ്രകാരം ഏജൻ്റായിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ എക്കുള്ള എല്ലാ റൈറ്റ്സും സിക്കും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സി കോൺട്രാക്റ്റിൽ തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടി അതിൽ പാർട്ടിയുടെ ഏജൻ്റ് ആയതുകൊണ്ട് അയാൾക്ക് എല്ലാ ലീഗൽ റൈറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു കേസിൽ തേർഡ് പേഴ്സണ് സ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റൊരു കേസ് ട്രസ്റ്റാണ്. വെൻ എ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ദി ബെനിഫിഷ്യറി ക്യാൻ സ്യൂ ഫോർ ഹിസ് റൈറ്റ്സ് ഗിവൺ ടു ഹിം അണ്ടർ ദി ട്രസ്റ്റ് ഈവൻ ദോ ഹി വാസ് നോട്ട് എ പാർട്ടി ടു കോൺട്രാക്റ്റ്. ഓക്കെ, നമുക്കറിയാം ട്രസ്റ്റുകൾ ഉണ്ടാക്കുന്നത് ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, ഉദാഹരണമായിട്ട് ഇപ്പോൾ പാവപ്പെട്ട കുറച്ച് കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതിൽ ട്രസ്റ്റിൽ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളതിൽ അംഗങ്ങളൊന്നും ആയിരിക്കില്ല, മറിച്ച് എന്തെങ്കിലും പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരൊക്കെയും ട്രസ്റ്റിൽ അംഗമായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അവർ വേറെ ഏതെങ്കിലും കമ്പനിയുമായിട്ടൊക്കെ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. അതായത് ഈ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഈ സഹായം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഈ ഒരു കോൺട്രാക്റ്റിൽ അംഗങ്ങളല്ല എങ്കിൽ കൂടി അവർക്ക് അവിടെ ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അവർ ബെനിഫിഷ്യറി ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതുകൊണ്ട് അവർക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദേ ക്യാൻ സ്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിലും തേർഡ് പാർട്ടിക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റൊരു കേസ് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ, where the promisor acknowledges payment to a third party either by conduct or otherwise. The latter can sue even though he or she is not a party to contract. Okay, ഇപ്പോൾ പ്രോമിസർ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അക്നോളജ്മെൻറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എസ്റ്റോപ്പ് ചെയ്യുകയാണ്. അതായത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള ക്യാഷ് ഇയാൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അക്നോളജ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ആ പാർട്ടിക്ക് അവിടെ ലീഗൽ റൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ബി എന്ന് പറയുന്ന വ്യക്തി എനിക്കൊരു 1000 രൂപ തരാനുണ്ട്. ഞാൻ ബിയോട് പറയുകയാണ് എനിക്ക് പകരം സിക്ക് ക്യാഷ് കൊടുത്താൽ മതിയെന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിലും അവിടെ ആ സി എന്ന് പറയുന്ന തേർഡ് പാർട്ടിക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ, മറ്റൊരു കേസ് പറയുന്നത് ആൻ അസൈനി ക്യാൻ സ്യൂ ഓൺ ദി ബേസിസ് ഓഫ് അസൈൻമെൻറ്റ്. Assignment is the process whereby the right to enforce a contract is transferred to someone other than original creditor without the consent of original debtor. The assignee can sue for the benefit of the contract. Okay, അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ക്രെഡിറ്റർ അയാളുടെ അവകാശങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൈമാറുകയാണ്. ഓക്കെ, വിത്തൗട്ട് ദി കൺസെൻറ്റ് ഓഫ് ഡെപ്റ്റർ. ഓക്കെ, ഡെപ്റ്റർ അറിയാതെ അല്ലെങ്കിൽ ഡെപ്റ്ററുടെ സമ്മതമൊന്നും വാങ്ങാതെയാണ് ഈ ഒരു അവകാശം കൈമാറുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് ബി എന്ന് പറയുന്ന വ്യക്തി ഒരു 1000 രൂപ തരാനുണ്ട്. അപ്പോൾ ഞാൻ സിയോട് പറയുകയാണ് എനിക്ക് ബി 1000 രൂപ തരാനുണ്ട്, അത് താങ്കൾ വാങ്ങിക്കോളൂ, അല്ലെങ്കിൽ അല്ല അതിൻ്റെ എല്ലാ അവകാശങ്ങളും താങ്കൾക്ക് തരുന്നു എന്ന് പറയുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെക്ക് ഒക്കെയാണ്, ഇപ്പോൾ ചെക്ക് കൊടുക്കാനുണ്ട്, ആ ചെക്ക് ഞാൻ മറ്റൊരാൾക്ക് കൈമാറുകയാണ്, എന്നിട്ട് അവരോട് പറയുകയാണ് ഈ ചെക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അസൈൻമെൻറ്റിൻ്റെ കേസിലും തേർഡ് പാർട്ടിക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഹി ക്യാൻ സ്യൂ.
ദെൻ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് മാരേജ് സെറ്റിൽമെൻറ്റ് പാർട്ടീഷൻ ഓർ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ചില സമയങ്ങളിൽ ഫാമിലി അറേഞ്ച്മെൻറ്റ് നടത്തുന്ന സമയത്ത് ബെനിഫിഷ്യറീസിന് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ ഇത്തരം അറേഞ്ച്മെൻറ്റ് നടത്തുന്നത് അവർക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ മാരേജ് സെറ്റിൽമെൻറ്റ് കേസിൽ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഡിവോഴ്സ് ആവുന്ന സമയത്ത് ഈ ഭാര്യയുടെ പിതാവും ഭർത്താവിൻ്റെ പിതാവും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, ഞാൻ നഷ്ടപരിഹാരമായിട്ട് ഇത്ര രൂപ താങ്കളുടെ മകൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ കേസിൽ ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ മകൾക്ക് അതിൽ പങ്കില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ മകൾ തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടി അവർക്ക് അവിടെ ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരം ബെനിഫിഷ്യറീസിന് അവിടെ ലീഗൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. ദേ ക്യാൻ ആൾസോ സ്യൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ പാർട്ടീഷൻ്റെ കേസിൽ. ഓക്കെ, സ്വത്ത് വിഭജനത്തിൻ്റെ കേസിലൊക്കെ ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് അവർക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ടു കൺസിഡറേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.